ഇപ്പോൾ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, കണ്ണൂർ പോലൊരു ജയിലിൽ നിന്നും അതിക്രൂരനായ ഒരു പ്രതിയാണ് ഇന്ന് ജയിൽ ചാടിയത്. വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെ ഒരു സഹായത്തോടു കൂടി ഇയാളെ പിടികൂടി എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിനുള്ള വകയല്ലേ ഇത്? ഇതില് ജയിൽ ഉദ്യോഗസ്ഥരുടെ കുറ്റകരമായ അനാസ്ഥയുണ്ട്. കാരണം അവർ ഇത്രയും ഒരു കൊടും ക്രിമിനലിനെ ഏത് രീതിയിലാണ് അവർ നോക്കിയത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവിടെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ കഞ്ചാവ് കിട്ടുന്നുണ്ട്, മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട്, മദ്യം ലഭിക്കുന്നുണ്ട്, മറ്റുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഏർപ്പാടാക്കി കൊടുക്കുന്നു എന്ന് നേരത്തെ തന്നെ ഒരു ചർച്ചയായിട്ടുള്ള വിഷയമാണ്, അത് തെളിയിക്കപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകം, ആ കൊലപാതകത്തിന് എല്ലാവരും വധശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞാണ്. ജീവപര്യന്തം വായിപ്പോയെന്നേ ഉള്ളൂ. അത്രയും കൊടും ക്രൂരനായ ക്രിമിനലായ ഒരാളെ, ഒരു കൊലപാതകിയെ ഏത് രീതിയിലാണ് ആ ജയിലിലെ ഉദ്യോഗസ്ഥരും ആ ജയിലിലെ ജീവനക്കാരും നോക്കിയത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എങ്ങനെയാണ് റൂം മുറിച്ച് കിടക്കുന്നത്? ഇത്രയും കാലമായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ലേ? അയാൾ ഓരോരോ ദിവസം അതിനു വേണ്ട പണിയെടുത്തു എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ആ റൂമിൽ നിന്നും ഇറങ്ങി ഈ മതിൽ വരെ എത്തണമെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. അവിടം വരെ എങ്ങനെ എത്തി? ആ മതിലിന്റെ അടുത്തുനിന്ന് അദ്ദേഹം അയാൾ എങ്ങനെ ചാടി? ഇതൊക്കെ വല്ലാതൊരു പേടി ഭയപ്പെടുത്തുന്ന സംഭവമാണ്. ഇത്രയും വലിയ ഒരു ക്രിമിനല് ഈ രീതിയിലെല്ലാം സെൻട്രലിൽ ചെയ്യണമെങ്കിൽ, ഒരു കൈയുള്ള ഒരാള് അത് ചെയ്യണമെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ പിന്തുണയുണ്ട്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അതുതന്നെയാണ് ശ്രീ മാർട്ടിൻ ജോർജ്. വളരെ ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജയിൽ അധികൃതരെ സംബന്ധിച്ച് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ നന്ദി ശ്രീ മാർട്ടിൻ ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.